ദയയ്ക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നാരായണിയും ശങ്കരനും വീട്ടിലുണ്ട്. തന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പ്രായമുണ്ടെങ്കിലും അവരെ പേര് തന്നെയായിരുന്നു ദയയും സഹോദരനും ഒക്കെ വിളിച്ചിരുന്നത്. കാരണം അവരുടെ വീട്ടിൽ എല്ലാവരും അവരെ പേരെടുത്തായിരുന്നു വിളിച്ചിരുന്നത്. അവർ മാത്രമല്ല കേട്ടോ, ആ നാട്ടിലുള്ള എല്ലാവരും തന്നെ അവരെ പേരായിരുന്നു വിളിച്ചിരുന്നത്. വീടിന്റെ അകത്തെ പണികളിലൊന്നും അവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പശുവിനെ കുളിപ്പിക്കുക, വിറക് വെട്ടുക, പുല്ല് ചെത്തുക, അത്തരത്തിലുള്ള പുറം പണികൾക്കായിട്ടായിരുന്നു ശങ്കരനും നാരായണിയും എപ്പോഴും ദയയുടെ വീട്ടിലുണ്ടായിരുന്നത്. ദയയ്ക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും പണിയെടുക്കുന്ന അവർക്കൊപ്പം ദയ ഓടിച്ചാടി വർത്തമാനമൊക്കെ പറഞ്ഞു നടക്കും. അവർ വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോഴും ദയയുടെ വീട്ടിൽ ഓരോരോ പണികളുമായി ഉണ്ടായിരുന്നു. ദയ ഉപരിപഠനത്തിനായി പുറത്തുപോയി. ഒരിക്കൽ ഒരു അവധിക്കാലത്ത് ദയ തിരിച്ച് നാട്ടിലെത്തി. പതിവ് പോലെ ശങ്കരനോട് കൊച്ചു വർത്തമാനം പറയുന്ന തിരക്കിലായിരുന്നു ദയ. അതിനിടയിൽ ദയ ഇങ്ങനെ ചോദിച്ചു: നോക്കൂ, എനിക്ക് മുത്തശ്ശനോ മുത്തശ്ശിയോ ഒന്നുമില്ല. മുത്തശ്ശന്റെ സ്ഥാനത്തുള്ളത് ശങ്കരനാണ്. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നോ? തമാശയായിട്ടായിരുന്നു ദയ ഇത് പറഞ്ഞത്. എന്നാൽ അന്ന് വൈകിട്ട് ശങ്കരൻ വരുമ്പോൾ ശങ്കരന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. അതിൽ നിറയെ കടലമിഠായിയും. ദയയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ശങ്കരനെ കെട്ടിപ്പിടിച്ചു. ആ അവധിക്ക് ശേഷം ദയ തിരികെ കോളേജിലേക്ക് പോയി. അടുത്ത അവധിക്ക് ദയ നാട്ടിലെത്തിയപ്പോഴേക്കും ശങ്കരൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരുന്നു. വാർദ്ധക്യത്താൽ വയ്യാതെയായ നാരായണിയെ എല്ലാവരും കൂടി ഒരു അനാഥ മന്ദിരത്തിൽ എത്തിക്കുകയും ചെയ്തു. ദയ ഇപ്പോഴും കുറ്റബോധത്തോടെ ഒരു കാര്യം ഓർക്കാറുണ്ട്. ശങ്കരന്റെയും നാരായണിയുടെയും സാമ്പത്തിക ചുറ്റുപാടും ജാതിയും ഒക്കെ ആയിരുന്നില്ലേ അവരെ പേരെടുത്ത് വിളിക്കുന്നതിലേക്ക് ആ നാട്ടുകാരെയും ദയയെയും കുടുംബത്തെയും ഒക്കെ എത്തിച്ചത്? പഴയ ദയയിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ശങ്കരനും നാരായണിയും ഉണ്ടായിരുന്നെങ്കിൽ ആ തെറ്റ് തിരുത്താമായിരുന്നു എന്ന് ദയ പലപ്പോഴും ചിന്തിക്കാറുണ്ട്.